പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കാട്ടിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾക്കറിയാം, പയ്യപ്പാടിക്ക് പോകുന്ന വഴിക്ക് എന്നാണ് കാട്ടിപ്പടിക്ക് നിന്ന് ഇല്ലിവളവിന് പോകുന്ന ഒരു റോഡുണ്ട്. ആ റോഡിന്റെ ഇരുവശത്തും ഇളനാടെന്ന് പറഞ്ഞ കമ്പനിയുടെ ഇഡലി, ദോശ, അങ്ങനെ ഒരു മാലിന്യ കൂമ്പാരം തന്നെ ഇവരവിടെ കൂട്ടിയിരിക്കുകയാണ്, വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയാം, പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നതിന് കേരള ഗവൺമെന്റും അതുപോലെ പുതുപ്പള്ളി പഞ്ചായത്തും നിരന്തരം ഇതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ഇതുപോലെ മാലിന്യ കവർ ഇവിടെ വലിച്ചെറിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഈ കാഴ്ചകൾ ഒന്ന് കാണുക. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ കാട്ടിപ്പടിക്ക് നിന്ന് ഇല്ലിവളവ് എരുമപ്പെട്ടിയിലേക്ക് പോകുന്ന റോഡാണ്. ഇവിടുത്തെ റേഷൻ കടയ്ക്ക് സമീപത്തായിട്ടാണ് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നത്. അതും പ്ലാസ്റ്റിക് കവറുകളാണ് മുഴുവന്. ഇളനാട് എന്ന കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ് ഇത് ഇവിടെ കിടക്കുന്നത് മുഴുവൻ. അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ കിച്ചൺ ട്രഷേഴ്സ് അങ്ങനെയുള്ള നിരവധി കമ്പനികളുടെ കിടക്കുന്നുണ്ട്. ഇത് കണ്ട മാലിന്യങ്ങൾ ധാരാളമാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പം രാവിലെ റേഷൻ കട തുറന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേന് റേഷൻ കട അവരോട് ചോദിച്ചപ്പോൾ ഇത് മിക്ക ദിവസവും ഇത് ആവർത്തിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. വണ്ടിയെ വന്ന് വലിച്ചെറിയുന്നതാണ്. അപ്പം ആ കവർ എടുത്തുകൊണ്ട് ആ കമ്പനിക്കെതിരെ വേണം കേസ് കൊടുക്കാൻ വേണ്ടി. കാരണം ആ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ അത് ഇവിടെ കിടക്കുന്ന മുഴുവൻ കിച്ചൺ ട്രഷേഴ്സിൻ്റെയാണ്. അതുപോലെ ആ പ്ലാസ്റ്റിക് ചാക്കിൻ്റെ അകത്ത് നിറച്ചും മാലിന്യമാണ്. കണ്ടോ, ഇതൊക്കെ ഇവർക്ക് എവിടെയെങ്കിലും കൂട്ടിയിട്ട ഹരിതകർമ്മസേന കൊണ്ടുപോകുന്ന സാധനങ്ങളാണ്. ഇതുപോലെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി വഴി വലിച്ചെറിഞ്ഞിരിക്കുന്നത്. ഇതിന് സമീപത്തു നിന്നാണ് ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് കുടിവെള്ളം പോകുന്നത്. അവിടെ ഒരു പമ്പ് ഹൗസ് എല്ലാം ഉണ്ട്. കണ്ടോ, ഇളനാട്. അപ്പോൾ ഇതിൽ ഇവരുടെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ഈ കമ്പനിക്കെതിരെ വേണം ആദ്യം കേസ് കൊടുക്കാൻ വേണ്ടി. അവരെ കൊണ്ട് തന്നെ ഇതിനുള്ള തീരുമാനം ഉണ്ടാക്കണം. കാരണം ഇങ്ങനെ കൊടുത്തുവിട്ടാൽ പോരല്ലോ. വഴി വലിച്ചെറിയുക എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇന്നത്തെ കാലത്ത് മാലിന്യം വലിച്ചെറിയുന്ന കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ 2500 രൂപയും അതുപോലെ തന്നെ ഈ കമ്പനി ഉടമയ്ക്ക് 10,000 രൂപയും നമുക്ക് 2,500 രൂപയും കിട്ടും. കമ്പനി ഉടമയ്ക്ക് 10,000 രൂപയും നഷ്ടപരിഹാരമാണ് സർക്കാർ പിഴ ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും ഇവർ അർഹരാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അധികാരികൾ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുക. ഇതാണ് ഇവിടുത്തെ റേഷൻ കട. റേഷൻ കടയുടെ തൊട്ട് സമീപത്താണ് ഇതുപോലെ മാലിന്യം വലിച്ചെറിഞ്ഞിരിക്കുന്നത്. ധാരാളം പ്ലാസ്റ്റിക് കവറാണ് വഴി വലിച്ചെറിഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് പമ്പ് ഹൗസ്. ഇവിടെ നിന്നാണ് ഈ പ്രദേശത്തുള്ള ആൾക്കാർക്കെല്ലാം കുടിവെള്ളം പമ്പ് ചെയ്യുന്നത്. അതിന് സമീപത്ത് തന്നെ ഇതുപോലെ വൃത്തികേട് കാണിക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇളനാട് കമ്പനിക്കെതിരെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് അഭിപ്രായപ്പെടുന്നത്.